നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന ഇൻഫോർമാറ്റിക്കായ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി വാച്ച് ചെയ്യുകയാണെങ്കിൽ ദയവായി താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ എഴുതി അറിയിക്കുകയൊക്കെ വേണം. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൊന്ന് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ മെസ്സേജായിട്ട് പേഴ്സണലായിട്ട് ചോദിക്കാനും സാധിക്കും. അതുപോലെ തന്നെ അതിൽ തന്നെ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്, അതുവഴി നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. നമുക്കിന്ന് ഈ ഒരു ഡിവൈസ് ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു ഡിവൈസാണ്. വലിയൊരു പുതുമയുള്ള ഡിവൈസ് ഒന്നുമല്ല, പക്ഷേ ഇതിൻ്റെ പേര് ഈസി ക്യാപ്പ് വീഡിയോ DVR, ഒരു ക്യാപ്ചറിങ് ഡിവൈസാണ്. വീഡിയോ ആൻഡ് ഓഡിയോ ക്യാപ്ചറിങ് ഡിവൈസാണ്. ഇതിലേക്ക് നമുക്ക് 2 തരത്തിലാണ് വീഡിയോ ശകലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യങ്ങൾ ഇതിനകത്തേക്ക് ഈ ഒരു ക്യാപ്ചറിങ് ഡിവൈസിലേക്ക് കൊടുക്കാൻ കഴിയുക. ഒന്ന് വീഡിയോ. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ റിസീവറിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഴയ റിസീവറിലൊക്കെ ഉണ്ടാവും വീഡിയോ ഔട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ AV ഔട്ട് ഉണ്ടാവും. ഈ 2 ഔട്ട് മുഖേനയും ഇതിലേക്ക് ഇന്നായിട്ട് നമുക്ക് ഈ ഒരു ക്യാപ്ചറിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുകയും ആ ദൃശ്യങ്ങൾ നമ്മുടെ ഫോണിലോ നമ്മുടെ കമ്പ്യൂട്ടറിലോ നമുക്ക് കാണാനും അത് തത്സമയം തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു ഡിവൈസാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ദൃശ്യങ്ങൾ കുറച്ചൊരു ഐഡിയ ഉള്ളവർക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ദൃശ്യങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു ഡിവൈസ് വെച്ചുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇതിന് നമുക്കറിയാം, കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഈ ഒരു ക്യാപ്ചറിങ് ഡിവൈസ് ഈസി ക്യാപ്പ് എന്ന ഈ ഒരു ക്യാപ്ചറിങ് ഡിവൈസ് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ USB പോർട്ടിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിന് ഒരു കണക്ടർ വെച്ചുകൊണ്ട് ഒരു ജോയിൻറ്റർ വെച്ചുകൊണ്ട് നമുക്ക് നീളം കൂട്ടി ഒരു സ്പേസ് കൂട്ടി വർദ്ധിപ്പിച്ച് വേണമെങ്കിലും അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ ഈസി ക്യാപ്പ് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ കുത്തി അതൊരു ഡ്രൈവർ ഡിസ്ക് ഉണ്ട്, ഇതിൻ്റെ കൂടുതലൊരു ഡ്രൈവർ ഡിസ്ക് ഉണ്ട്. ആ ഡ്രൈവർ ഡിസ്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്ലെയർ ഓപ്പൺ ആകുകയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള വീഡിയോ വിഷ്വലുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് ചെയ്യേണ്ട ചെറിയൊരു സ്റ്റെപ്പായിട്ട് ഞാൻ പറയാൻ പോകും. അതിൻ്റെ വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. അത് നമുക്കൊരു സെറ്റ് ഓഫ് ബോക്സ് വേണം. സെറ്റ് ഓഫ് ബോക്സിൽ ഒന്നെങ്കിൽ SVD ഔട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ AV ഔട്ട് ഉണ്ടാവും. ഞാനിവിടെ എടുക്കുന്നത് AV ഔട്ടാണ്. AV ഔട്ട് നമ്മൾ AV കേബിൾ വഴി ഈ ഒരു ഡിവൈസിൽ AV ഇന്നിലോട്ട് വീഡിയോയുടെ മഞ്ഞ പിന്ന്, അതേപോലെയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഡിയോ അതേപോലെയും നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഈ ഈസി ക്യാപ്പിൻ്റെ മറ്റേ അറ്റം ഒരു OTG കേബിൾ, നമുക്കറിയാം ഫോണിലേക്കാണ് കൊടുക്കുന്നത് എങ്കിൽ OTG കേബിൾ ആവശ്യമാണ്. ഇനി കമ്പ്യൂട്ടറിലേക്കാണെങ്കിൽ ഡയറക്റ്റായിട്ട് അങ്ങ് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലൊരു ജോയിൻറ്റർ കിട്ടും. ആ ജോയിൻറ്റർ വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് കൂട്ടിയിട്ട് വയറുടെ ലെങ്ത്ത് കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോണിലാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കൊരു USB OTG കേബിൾ ഉണ്ട്. ആ OTG കൊടുത്ത ശേഷം OTG കേബിളിൻ്റെ മറ്റേ അറ്റം നമ്മുടെ ഫോണിൽ USB പോർട്ടിൽ നമ്മുടെ ചാർജ് ചെയ്യുന്ന ആ ഒരു പോർട്ടിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് നമുക്ക് USB ക്യാമറ എന്ന് പറഞ്ഞാൽ ഈസി ക്യാപ്പിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയ സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സെറ്റ് ഓഫ് ബോക്സിൽ നടക്കുന്ന കാര്യങ്ങൾ, ദൃശ്യങ്ങൾ, ഓഡിയോ ആൻഡ് വീഡിയോ അതുപോലെ നിങ്ങളുടെ ഫോണിലേക്ക് വരികയും ഫോണിൽ ആ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ ഒന്നെങ്കിൽ പകർത്തുകയും, ഈ വീഡിയോയുടെ അവസാനം ഞാൻ അത് പകർത്തിയ ദൃശ്യങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ TV ഇല്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് മൊബൈൽ വഴി നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിലെ ദൃശ്യങ്ങൾ കാണാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ മോണിറ്റർ അടിച്ചു പോയി എങ്കിൽ നിങ്ങൾക്ക് ആ മോണിറ്ററിന് പകരം ഈ ഒരു ക്യാപ്ചറിങ് ഡിവൈസ് വെച്ച് നിങ്ങളുടെ ഫോണിലേക്ക് ആ ദൃശ്യങ്ങൾ പകർത്താനും സാധിക്കും. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ
ഡിസ്പ്ലേയിലേക്ക് വരുന്ന ആ കേബിളിൽ നിന്നും AV ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു എക്സ്ട്രാ ഒരു ഡിവൈസ് നമുക്ക് വെക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിലേക്ക് കൊണ്ടുവരാനും കമ്പ്യൂട്ടറിലെ ആ ഒരു ദൃശ്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഇതിൻ്റെ ഗുണം ഇതെന്താണ് എന്ന ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ആദ്യം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം, കമ്പ്യൂട്ടറിലും മൊബൈലും ഒരേപോലെ പ്രവർത്തിക്കാനും ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും ഉള്ള ഒരു ക്യാപ്ചറിങ് ഡിവൈസാണ് EasyCap. മൊബൈലാണെങ്കിൽ OTG കേബിൾ ആവശ്യമാണ്. കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡ്രൈവർ ഡിസ്ക് ഉണ്ട്. ആ ഡ്രൈവർ ഡിസ്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്കും ഇതിൻ്റെ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിൽ CCTV, നമ്മുടെ വീടുകളിൽ CCTV ഉണ്ടെങ്കിൽ CCTV ക്യാമറയിലെ പിക്ചേഴ്സും ഒക്കെ കാണുവാനും തത്സമയം ഒന്ന് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. സെറ്റോപ്പ് ബോക്സിലെ നമ്മുടെ വീട്ടിലുള്ള സെറ്റോപ്പ് ബോക്സ് തിയേറ്ററിലോ വീഡിയോകോണോ ഏതാണ് ഇവിടെ അതിൻ്റെ സെറ്റോപ്പ് ബോക്സിലെ ദൃശ്യങ്ങൾ നമുക്ക് ഫോണിൽ കാണാനും അത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ലൈവായിട്ട് ട്രാക്ക് ചെയ്യുന്നവർ, ഡിഷ് ട്രാക്ക് ചെയ്യുന്നവർ, നമ്മുടെ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്നവർക്ക് നമുക്കറിയാം, പണ്ട് കാലത്ത് TV ഒന്നാകെ എടുത്തു കൊണ്ടുപോയിട്ടാണ് ഈ ഡിഷിൻ്റെ അടുത്ത് കൊണ്ടുപോയി TV വെച്ച് ഓണാക്കിയിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫോണിലേക്ക് കൊടുത്ത് EasyCap ഫോണിലേക്ക് കൊടുത്തിട്ട് നമുക്ക് സെറ്റോപ്പ് ബോക്സ് വെച്ച് നമുക്ക് പുതിയ പുതിയ സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. AVS വീഡിയോ 2 ഔട്ട്, അതുപോലെ തന്നെ ഔട്ടിൽ നിന്നും നമുക്ക് ഈ സ്വീകരിക്കാനുള്ള ഫെസിലിറ്റി ഒരു ഈ ക്യാപ്ചറിങ് ഡിവൈസിനുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത്. ഇത് വെച്ച് ഞാൻ പകർത്തിയ ദൃശ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു ഡിവൈസാണ്. ട്രാക്ക് ചെയ്യുന്നവർക്ക് DB മീറ്റർ ഇല്ല എങ്കിൽ വീഡിയോ നിങ്ങൾക്ക് തത്സമയം തന്നെ നിങ്ങളുടെ ഫോണിൽ കാണാനും ഏതൊക്കെ ചാനലുകൾക്ക് സിഗ്നൽ കുറവാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ TV ഒന്നാകെ നമ്മളെ ടെറസിൻ്റെ മുകളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടി, അപ്പോൾ TV ഒന്ന് ഒഴിവാക്കിയാൽ നമുക്കിത് കൊണ്ടുപോവുകയാണെങ്കിൽ മൊബൈലിൽ തന്നെ കാര്യം സാധിക്കും എന്നാണ് ഈ ഒരു EasyCap കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ തുച്ഛമായ വിലയിൽ പല പേരുകൾ, വീഡിയോ DVR എന്നൊക്കെ പല പേരുകളിൽ AliExpressലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭിക്കും. അപ്പോൾ നല്ല സെല്ലർ നോക്കി നിങ്ങൾ വാങ്ങുക. നല്ലൊരു ഡിവൈസ് തന്നെയാണ്. നിങ്ങൾ ഇതിൻ്റെ ഡ്രൈവർ ഡിസ്ക് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് സെറ്റോപ്പ് ബോക്സിലെ TV ദൃശ്യങ്ങൾ, സെറ്റോപ്പ് ബോക്സിലെ നിങ്ങളുടെ പ്രിയങ്കരമായ ചാനലുകൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കാണാനും അത് റെക്കോർഡ് ചെയ്യാനും ഒക്കെ സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഫോണിൽ നമുക്കറിയാം OTG സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഏത് ഫോണിലും നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ആ ഒരു സോഫ്റ്റ്വെയർ USB ക്യാമറ എന്ന് പറഞ്ഞ ഈ ഒരു USB ക്യാമറ എന്ന പേരുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട താമസമേ ഉള്ളൂ. നമുക്കത് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിൽ OTG സപ്പോർട്ടബിൾ ആണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ EasyCap കണക്ട് ചെയ്യുമ്പോൾ EasyCapൽ ഒരു പച്ച ലൈറ്റ് കത്തുന്നത് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിൽ EasyCap OTG സപ്പോർട്ടബിൾ അല്ലാത്ത ഫോണാണെങ്കിൽ ആ പച്ച ലൈറ്റ് കത്തില്ല. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ പച്ച ലൈറ്റ് കത്തില്ല. നിങ്ങളുടെ ഫോണ് OTG സപ്പോർട്ടബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പച്ച ലൈറ്റ് കത്തും. അതിനുശേഷം നമുക്ക് റിസീവറിൽ നിന്നും AV കോഡ് വഴി ഇതിൻ്റെ EasyCapൻ്റെ മറ്റേ ഇൻപുട്ട് ഭാഗത്ത് നമുക്ക് യഥാക്രമം വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും കണക്ട് ചെയ്യുക. അതിൻ്റെ USB ഭാഗത്ത് OTG കേബിൾ കണക്ട് ചെയ്യുക. OTGയുടെ മറുവറ്റം നമ്മുടെ ഫോണിൻ്റെ ചാർജർ ചെയ്യുന്ന ആ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ വീഡിയോകൾ, സെറ്റോപ്പ് ബോക്സിലെ വീഡിയോകൾ, CCTVയിലെ CC ക്യാമറയിലെ ലൈവ് ദൃശ്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ദൃശ്യമാകും. ആ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത ഈ മൊബൈൽ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും അത് സൂക്ഷിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും. അതിനകത്ത് വൈഫൈ മുഖാന്തരം നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ മറ്റൊരു ഫോണിലേക്ക് ഷെയർ ചെയ്യാനും ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതയാണ് അത്. ആ സോഫ്റ്റ്വെയർ വെച്ച് സാധിക്കും. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളത് ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു USB ക്യാമറ എന്നുള്ള സോഫ്റ്റ്വെയറിൽ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ ലഭിക്കും. കമ്പ്യൂട്ടറിലാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ ആ ഒരു DVD ആ ഒരു ഡ്രൈവറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഉണ്ടാകും അതിൻ്റെ സോഫ്റ്റ്വെയറുകളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഡിസ്ക് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മാത്രം. അതൊന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മാത്രം. അതിനുശേഷം നിങ്ങൾക്ക് സുഖകരമായി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയങ്കരമായ ചാനലുകൾ കാണാനും അത് റെക്കോർഡ് ചെയ്യാനും
ഒക്കെ സാധിക്കും. അതൊക്കെയാണ് ഈ ഒരു ഈസി ക്യാബിൻ്റെ കൂടെ കിട്ടുന്ന കുറച്ച് ഇതിൻ്റെ കൂടെ വരുന്നത്. ഒരു ഡ്രൈവർ CD, അതുപോലെ തന്നെ ഒരു USB ലെങ്ത്ത് കൂട്ടാൻ വേണ്ടി USB പോർട്ടിലേക്കുള്ള ലെങ്ത്ത് കൂട്ടിയ ഒരു കേബിൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈസി ക്യാബ് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു കേബിളും കൂടി ഇതിൻ്റെ കൂടുതൽ വരുന്നുണ്ട്. 500 രൂപയിൽ താഴെ വില വരുന്നുള്ളൂ. അലി എക്സ്പ്രസ്, അതുപോലെ തന്നെയുള്ള ആമസോൺ, ഇത്തരത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റിൽ നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഇത് ലഭിക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ചൊരു കറണ്ടിൻ്റെ ഈ ഒരു ഈസി ക്യാബ് വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊരു കറണ്ട് ആവശ്യമില്ല, വൈദ്യുതി ആവശ്യമില്ല. നിങ്ങളുടെ ഫോണിലെ ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൽ കറണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ഒക്കെ മതിയാകും ഇത് പ്രവർത്തിക്കാൻ. ഇതിന് പ്രത്യേകിച്ചൊരു എക്സ്ട്രാ ഒരു വോൾട്ടേജ് ആവശ്യമായിട്ട് വരുന്നില്ല. നല്ല ക്ലിയറിൽ, നല്ല പിക്ചർ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് TV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു നല്ലൊരു ഡിവൈസാണ് ഈസി ക്യാബ് എന്ന് പറഞ്ഞ ഈ ഒരു ഡിവൈസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ അറിവുകൾ ടെലിവിഷൻ ടെക്നോളജി ആണെങ്കിലും മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്, അൺബോക്സിംഗ് ആണെങ്കിൽ അത്തരത്തിലുള്ള പുതിയ ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും ഞങ്ങൾ എത്തുന്നതാണ്. നമുക്കറിയാം ഈ ഒരു ഈസി ക്യാബ് ഒരുപാട് കാലം മുമ്പേ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അൺബോക്സിങ് ചെയ്യാൻ സമയം കിട്ടിയില്ല, ജോലി തിരക്ക് കാരണം. ഇപ്പോൾ വീഡിയോസൊക്കെ ആഴ്ചയിൽ ഒരിക്കലേ നമുക്ക് ഇടാൻ സമയം കിട്ടുന്നുള്ളൂ. മാക്സിമം നമുക്ക് കിട്ടുന്ന പുതിയ അറിവുകൾ നമ്മൾ നേരത്തെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭപ്രതീക്ഷകൾ, ശുഭ ചിന്തകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസുമോന് ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. എല്ലാവരും വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. ടേക്ക് കെയർ. ബൈ.